മാണി സി കാപ്പൻ പാലായിൽ ഒറ്റയാനായി നിൽക്കേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസ് ജോസഫിൻ്റെ കൂടെ പോന്നേരെ എന്ന് സാക്ഷാൽ PJ ജോസഫ് വിളിച്ചു പറഞ്ഞാൽ പിന്നെ കാപ്പന് വേറെന്ത് പറയാൻ? കേരള രാഷ്ട്രീയത്തിൽ PJ ജോസഫിനോളം അഗ്രഗണ്യരായി ഇന്ന് ആരെങ്കിലുമുണ്ടോ? KM മാണി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിയുടെ നെടുന്തൂണായ PJ ജോസഫിനെ കാലുവാരി അദ്ദേഹത്തിനെ തകർക്കാൻ ശ്രമിച്ച ജോസ് കെ മാണിയും കൂട്ടരും ഇന്ന് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. പാലാ തൊട്ടുള്ള ഒരു കളി വേണ്ട എന്ന് മാണി സി കാപ്പൻ കൃത്യമായി തന്നെ UDFിനോട് അസന്നിഗ്ധമായി പറഞ്ഞ കാര്യമാണ്. ആ കാര്യത്തിൽ UDFും മറിച്ചൊരു കാര്യം ചിന്തിക്കുന്നതേയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം UDFിന് പാലാക്കാർ സമ്മാനിച്ചത് വലിയ നേട്ടം തന്നെയാണ്. ജോസ് കെ മാണിയുടെ ഒരടവും ഇനി കേരളത്തിൽ ചെലവാവുകയില്ല എന്ന് മാണി സി കാപ്പൻ ഉറപ്പിച്ച് പറയുകയാണ്. നേരത്തെ LDFിൽ തിരുവമ്പാടി സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുത്ത് അതുവഴി നിയമസഭയിലേക്ക് ഒരു പ്രവേശനം ജോസ് കെ മാണിക്ക് ലഭിക്കുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കാം എന്ന് LDF കൺവീനർ പറഞ്ഞെങ്കിലും പിന്നീട് അതിന് സാങ്കേതികപരമായ വലിയ പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശക്തമായി തന്നെ LDFിനുള്ളിൽ ചർച്ചയാവുകയും ജോസ് കെ മാണിയുടെ ആ വാതായനങ്ങളും അടയുകയും ചെയ്തു. ഇനി ഒരിക്കൽ കൂടി രാജ്യസഭാ സീറ്റ് ഒഴിവ് LDF കൊടുക്കുകയില്ല എന്ന് കട്ടായം പറഞ്ഞതോടെയാണ് ജോസ് കെ മാണിയും കൂട്ടരും മുന്നണി വിടാൻ തീരുമാനിച്ച് BJPയുമായി സഖ്യം ചേരാനുള്ള ആലോചന തുടങ്ങിയത്. BJP ആകട്ടെ കേന്ദ്രമന്ത്രി സ്ഥാനം, അതായത് സഹമന്ത്രി സ്ഥാനം, MP സ്ഥാനം, രാജ്യസഭാ സീറ്റ് ഒരു ടേം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് ജോസ് കെ മാണിയുടെ അനുയായികൾ നേരത്തെ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പറഞ്ഞത്. ഇത് വലിയ രീതിയിൽ വഴിത്തിരിവായി. BJP നേതാക്കൾ ഈ വാർത്ത നിഷേധിച്ചതോടെ ജോസ് കെ മാണിയും കൂട്ടരും എയറിലാകുന്ന കാഴ്ചയാണ്. ഏതായാലും കൂടെ നിൽക്കുന്നവർ കാലുവാരുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ചരൽക്കുന്നിൽ വെച്ച് നടന്ന സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് KM മാണി ഉൾപ്പെടെയുള്ളവർ പ്രത്യേക ബ്ലോക്കായി UDFുമായി സഹകരിക്കേണ്ട, പ്രത്യേക ബ്ലോക്കായി നിൽക്കാം എന്ന തീരുമാനമെടുത്തത്. അതിനുശേഷം ഒരു കൊല്ലത്തിനകം KM മാണിയുടെ വിയോഗം ഉൾപ്പെടെ ഉണ്ടായി. അതിനുശേഷമുള്ള നിർണായക നീക്കങ്ങൾ KM മാണിയുടെ മകൻ്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. അതിനകത്ത് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നും പാർട്ടി ചിഹ്നവും പാർട്ടി പദവിയുമെല്ലാം ജോസ് കെ മാണി തട്ടിയെടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ സീനിയോറിറ്റി പരമായും പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ എല്ലാ രീതിയിലുള്ള ആഗ്രഹപ്രകാരവും താനാണ് മാണി ഗ്രൂപ്പിനെ നയിക്കാൻ യോഗ്യനെന്ന് PJ ജോസഫ് കോടതിയിൽ വാദിച്ചെങ്കിൽ പോലും ജോസ് കെ മാണിക്ക് താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ പാർട്ടിയും ചിഹ്നവും എല്ലാം ലഭിക്കുകയായിരുന്നു. എന്നാൽ വളരെ വൈകാതെ തന്നെ KM മാണിയുടെ മകന് പാലായിൽ തോൽവി നൽകിക്കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന് പ്രഹരം നൽകി. ഇതോടുകൂടിയാണ് ജോസ് കെ മാണി ഡൽഹിയിലേക്ക് വീണ്ടും ചേക്കേറിയത്. എന്നാൽ വീണ്ടും തിരിച്ച് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ അദ്ദേഹം നിരവധിയായ ശ്രമങ്ങൾ, വിഫല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പാലായിൽ ഇനിയൊരു റീഎൻട്രി ഇല്ല. പാലായിൽ KM മാണി കഴിഞ്ഞാൽ പിന്നെ മാണി സി കാപ്പന് തന്നെയാണ് ഏറ്റവും വലിയ വിലയെന്ന് ജനങ്ങൾ ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.